ഹായ് ഹലോ. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജയ ജയ ഹേ, അതുപോലെ തന്നെ ഗുരുവായൂരമ്പല നടയിൽ എന്നീ സിനിമകളുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള വിപിൻ ദാസ് ആണ് സിനിമ എഴുതിയിരിക്കുന്നത്. അരവിന്ദ് പുതുശ്ശേരിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ താരങ്ങളെയൊക്കെ നമുക്കറിയാലോ. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലെ സ്റ്റാർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ആളുകളുണ്ട്. നമ്മുടെ അതിലെ കുറെ പേരൊക്കെ ഓൾറെഡി സിനിമയിൽ വന്നു കഴിഞ്ഞ ആൾക്കാരാണ്. അനുരാജ്, അതുപോലെ തന്നെ ജോമോൻ, സിജു സണ്ണി തുടങ്ങിയ ആൾക്കാരൊക്കെ ഓൾറെഡി സിനിമയിൽ വന്ന ആളുകളാണ്. അനുരാജ് ഓൾറെഡി ഒരു സിനിമ എഴുതിയിട്ടുള്ള ആളാണ്. പിന്നെ ആഷിറിനെ പോലെയുള്ള പുതിയ ആളുകൾ കൂടി സിനിമയിലേക്ക് വരുന്നു. ആഷിർ ഈ സിനിമയിൽ ആഷിർ എന്ന് പറയുന്ന പേരിൽ തന്നെയാണ്, കഥാപാത്രം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് അവരുടെ ടാഗ് ലൈൻ തന്നെയാണ്. എന്താ പറയാ, എ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. ആ ടാഗ് ലൈനോട് പൂർണ്ണമായിട്ടും 100% നീതി പുലർത്തിയ ഒരു സിനിമ, ഗംഭീരമായിട്ടുള്ള സിനിമ. എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ യുവാക്കളെ, അത് പഴയതോ പുതിയതോ എന്നില്ല, എല്ലാ കാലഘട്ടത്തിലെയും യുവാക്കൾ നേരിട്ടിട്ടുള്ള, എന്താ പറയാ, അവരുടെ ലൈഫ് പോകുന്നതും ചെറുപ്പം മുതൽ അവരനുഭവിച്ചിട്ടുള്ള അവഗണനകൾ, അല്ലെങ്കിൽ അവരെ എൻജോയ് ചെയ്ത കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഓരോ പ്രായത്തിലും അവർക്ക് മാറി വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ ഏതാ പറയാ, പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ കുഴപ്പന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും നേരിട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ വാഴ എന്ന് പറയുമ്പോൾ അടിമുടി ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു വൃക്ഷമാണ് അല്ലെ. വാഴയുടെ എല്ലാ പാർട്സും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം എനിക്ക് തോന്നുന്നു വേറൊരു വൃക്ഷം ഇല്ല എന്ന് പറയും, അങ്ങനെ എല്ലാ പാർട്സും ഉപയോഗിക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നിട്ട് പോലും വാഴയെ ഒരു നെഗറ്റീവായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്താ പറയാ, ഉഴപ്പന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ പഠിക്കാത്ത തല്ലുകൊള്ളികളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, പഠിച്ചിട്ടും ജോലി കിട്ടാത്ത അങ്ങനെയുള്ള ആളുകളെയൊക്കെ വാഴയായിട്ട് ഉപമിക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ ഒരു ചോദ്യചിഹ്നം കിടപ്പുണ്ട്. എന്തുകൊണ്ടായിരിക്കും വാഴയായിട്ട് ഉപമിക്കുക? കാരണം വാഴ പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിട്ട് പോലും പോസിറ്റീവായിട്ട് എന്താ പറയാ ഉപയോഗിക്കുന്നില്ല. എനിക്ക് സിനിമ വാഴ എന്നല്ല, നല്ല നല്ല എന്താ പറയാ, നല്ല കാതലുള്ള ഒരു തേക്കായിട്ടാണ് എനിക്ക് ഈ സിനിമയെ നോക്കിക്കാണാനുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും, ജോമോനൊക്കെ ആറാടുകയാണ്. ഇവരെല്ലാവരും, സിജു സണ്ണി ആയിക്കോട്ടെ, ജോമോൻ, അനുരാജ്, ആഷിർ, എല്ലാവരും ജീവിക്കുകയാണ്. ജോമോന്റെ ഒക്കെ ഒരു ഓരോ സമയത്ത് കൗണ്ടർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗംഭീര കൗണ്ടർ അടിയാണ്. ഭയങ്കരമായിട്ട് തിയേറ്ററിൽ നല്ല ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവരുടെ കയ്യടിയും അവരുടെ ചിരി എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൊത്തം. അതുപോലെ തന്നെ കട്ടക്ക് നിൽക്കുകയാണ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ. സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി സിനിമയിലുണ്ട്. ഇവരുടെ നേരെ ഓപ്പോസിറ്റ്, ഇവരുടെ അച്ഛന്മാരായിട്ടൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ ജഗദീഷ്, അതുപോലെ തന്നെ കോട്ടയം നസീർ, അസീസിന്റെ ടാലന്റ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ പോലെ തന്നെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അങ്കിത് മേനോൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുടക്കം മുതൽ ഈ സാധനം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് ത്രൂട്ട് ഒരു ഫൺ പരിപാടിയാണ്. ഫുൾ ഓഫ് കോമഡി, തഗ് പരിപാടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ സ്ഥലത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ട് ഇന്റർവെൽ കഴിഞ്ഞൊരു ഒരു കുറച്ചങ്ങാടി ചെന്ന് കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഈ ട്രാക്ക് അങ്ങ് മാറുകയാണ്. കംപ്ലീറ്റ് ഇമോഷൻ പരിപാടികളിലേക്ക് മാറുന്നു. ആ ഇമോഷൻ പരിപാടി പെട്ടെന്ന് ട്രാക്ക് മാറുമ്പോൾ അത് ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റണം, പെട്ടെന്ന് കണക്ട് ആവണം പ്രേക്ഷകന്. അത് കണക്ട് ചെയ്യാനായിട്ട് ആ മ്യൂസിക്കിന് ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, വെറുതെ ഇങ്ങനെ എന്താ പറയാ, വാഴ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അതിന്റെ കുറെ തഗ്, എന്താ പറയാ, ഈ പറയുന്ന കേരളത്തിലെ ബോയ്സിന്റെ ജീവിതം കാണിക്കുന്ന അത് മാത്രമല്ല, ഇതിനകത്ത് കുറെ ഇന്നർലയായിട്ടുള്ള രാഷ്ട്രീയം, പൊളിറ്റിക്സ് കൂടി പറഞ്ഞു പോകുന്നുണ്ട്. എന്താ പറയാ, സ്ത്രീ പുരുഷ വ്യത്യാസത്തെ പറ്റി പറയുന്നു, രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങുന്നതിനെ പറ്റി മറ്റൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ എന്താ പറയാ, ടോട്ടലി ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാം, കൂട്ടുകാരായിട്ടുള്ള ചെറുപ്പം മുതലേ അവരുടെ ഒരു ലൈഫ് കാണിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ എന്താ പറയാ, ജോമോനും അതുപോലെ തന്നെ അനുരാജും ഈ പറയുന്ന സിജു സണ്ണിയൊക്കെ അടങ്ങുന്ന ഒരു 4-5 പേരുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയിൽ അവരുടെ
അവര് എന്താ പറയാ ലൈഫ് ജീവിത സാഹചര്യം കൊണ്ട് അവർക്ക് പഠനത്തിലായാലും മറ്റുള്ള കഴിവിലൊന്നും ഇല്ലാത്ത ഒരാൾക്കാര് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നേരിടേണ്ടി അവരുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു പലവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണ് സിനിമകൾ കടന്നു പോകുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് കൂടി ഒരു സംഗതി എടുത്തു വെച്ചിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഗംഭീരമാണ്. എനിക്ക് യുവാക്കൾ മാത്രമല്ല ഈ സിനിമ ഫാമിലി കൂടി കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ആ രീതിയിലാണ് ഇമോഷൻസ് അവർ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇപ്പൊ എന്താ പറയാ, പലപ്പോഴും 4ാം ക്ലാസ് തോറ്റിട്ടുള്ള അവരുടെ ഈ പറയുന്ന അച്ഛനമ്മമാരുടെയൊക്കെ അവരുടെ അച്ഛനമ്മമാര് തല്ലിപ്പഴിപ്പിച്ച് നേരാക്കാൻ നോക്കിയിട്ടും നേരാവാത്ത അവര് ഇവരുടെ മക്കൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇതേ റിപ്പീറ്റേഷൻ പരിപാടി അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയാതെ ഒക്കെ എന്താ പറയാ നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് മാറേണ്ട അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആളുകളെയൊക്കെ മാറ്റി അവര് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്ന ഒരു 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 സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കാണുക. മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.